വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അടപ്രഥമൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ടേസ്റ്റിയായ അടപ്രഥമൻ എങ്ങനെയാണ് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഇതേ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എങ്ങനെയാണ് അടപ്രഥമൻ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 1/2 കിലോ വെളുത്ത അട എടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിപ്പമുള്ള അടയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണേ. അപ്പം നമ്മുടെ അടയൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സോഫ്റ്റായി വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയെടുക്കാം. ഈ അട നമ്മൾ പച്ചവെള്ളത്തിലാണ് കഴുകിയെടുക്കുന്നത്. ഒരു 5-6 പ്രാവശ്യം നമ്മളിത് നന്നായി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു കൊഴുത്ത വെള്ളം പോകുന്നത് വരെ നമ്മൾ കഴുകിക്കൊണ്ടേയിരിക്കണം. അതുപോലെ നമ്മൾ അട വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും പറയും തിളച്ച വെള്ളത്തിൽ അട ചേർത്ത് വെച്ചാൽ മതിയെന്ന്. പക്ഷേ എങ്കിൽ എനിക്ക് അങ്ങനെ ചെയ്തിട്ട് ശരിയായിട്ടില്ല. ഇതുപോലെ നന്നായി വേവിച്ചെടുത്തിട്ടാണ് എനിക്ക് ശരിയായിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ അടയൊക്കെ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര മെൽറ്റാക്കി എടുക്കാം. ഞാനിവിടെ 1/2 കിലോ അടയിലേക്ക് 1 കിലോ ശർക്കരയാണ് മെൽറ്റാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. 1 കിലോ ശർക്കര ചേർത്താൽ തന്നെ നല്ല മധുരമായിരിക്കും. അപ്പം നമ്മുടെ ശർക്കര ഇവിടെ നന്നായി മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ നോക്കാം. അട ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ശർക്കര മെൽറ്റാക്കിയതും 2-ാം പാല്, 1-ാം പാല്, ആവശ്യത്തിന് നെയ്യ്, അതുപോലെ 1 കപ്പ് നാളികേരക്കൊത്ത്, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ ഏലക്കായി, 4 ഏലക്കായി, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തത്, 1 ടേബിൾ സ്പൂൺ ചുക്കുപൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചെടുത്തത്. അപ്പോൾ 3 നാളികേരത്തിൻ്റെ പാലാട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് അടപ്രഥമൻ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അട ചേർത്ത് കൊടുക്കാം. ഇനി ഈ അടയും ശർക്കരയും നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമ്മൾ കൈയെടുക്കാതെ മിക്സ് ആക്കിക്കൊണ്ടേയിരിക്കണം. ഈ അടയിലേക്ക് നമ്മുടെ ശർക്കരപ്പാനി പിടിക്കുന്ന ഒരു പരുവായിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഏകദേശം നമ്മുടെ അടയിലേക്ക് ശർക്കരയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊരു തെറിക്കുന്ന പരുവത്തിലായിരിക്കുമ്പോഴാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് തെറിക്കുന്ന ഒരു പരുവാകുമ്പോൾ ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 2-ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3-ാം പാലൊന്നും എടുത്തിട്ടില്ല, 2-ാം പാല് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം മുഴുവൻ 2-ാം പാലും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1-ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് തിളപ്പിച്ചെടുക്കരുത്. അപ്പം നമ്മുടെ പായസം പിരിഞ്ഞു പോവുള്ളൂ. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് തിള വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും ചുക്കുപൊടി, അതുപോലെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ വന്നു കേട്ടോ. ഇനി നമ്മൾക്കിതിലേക്കൊന്ന് നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്തൊന്ന് വറുത്തിടാം. അപ്പം നമ്മുടെ നാളികേരക്കൊത്ത് വറക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1-1.5 ടേബിൾ സ്പൂണോ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ടോ കിസ്മിസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എനിക്കിവിടെ അടപ്രഥമനിൽ നാളികേരക്കൊത്ത് മാത്രം ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ അടപ്രഥമനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി അടപ്രഥമൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്